ഹലോ എവരിവൺ, നമുക്കിന്നൊരു ഈസി ചിക്കൻ കറിയും ബസ്മതി റൈസ് റെസിപ്പിയും നോക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ് കഴുകിയെടുക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടും പിന്നെ ലെസ് മസാലയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്താണ് ഇത് ചെയ്തത്. നോർമലി ചെയ്യുന്ന പോലെ നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, കരയാമ്പ്, ഏലക്ക, കുരുമുളകൊക്കെ പൊട്ടിച്ചെടുക്കാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളതിട്ടില്ല. ഇനിയിപ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടി വഴറ്റിയെടുക്കുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഗാർലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗാർലിക്ക് നാട്ടിൽ നിന്ന് തന്നുവിട്ടത് അമ്മ, പൊടിച്ച ഗാർലിക്ക്. അതിട്ടു, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനും കൂടി റെഡിയാക്കാനുണ്ട്. ചിക്കൻ തൈരും കാഷ്യും ടൊമാറ്റോ പേസ്റ്റും മസാലപ്പൊടികളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് ചിക്കനിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസിലോട്ട് വരാം. നമ്മളിപ്പോൾ റൈസ് വാരാൻ വെച്ചിട്ട് നമ്മളത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുക്കുക, വെള്ളമൊക്കെ ഒന്ന് പോകാനാണ്. ഇതിലോട്ടൊരു ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അതും ആഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ലെമൺ ഉണ്ടായില്ല. ഇനിയിപ്പോൾ നല്ല തിളച്ച വെള്ളം, ഇപ്പോൾ 2 കപ്പ് അരിക്ക് ഇരട്ടി വെള്ളം, 4 ഗ്ലാസ് വെള്ളം തിളച്ചത് ഒഴിക്കാം. ഇനി കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് വേവിക്കാൻ വയ്ക്കാം. ചിക്കനിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി. ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഡിഷാണിത്. ലെറ്റ്സ് എൻജോയ്.